ഹലോ, ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്, ഒരു ഹൽവയായിട്ടാണ്. അപ്പോൾ ഈ ഹൽവ ഉണ്ടാക്കുന്നത് നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണിത്. അതേപോലെ കുറേ ഇൻഗ്രീഡിയൻസ് ഇല്ല, വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് ചെയ്യുന്നതാണിത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 4 അച്ച് ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉരുക്കാൻ ഇവിടെ വെക്കാം. അതിന് ശേഷം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള പഴം എടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 2 പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു പഴം ഇനി നമുക്ക് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. ഒട്ടും തന്നെ കഷ്ണം ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിലോട്ട് വെക്കാം. അതിലോട്ട് ഒരു 3 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യിലോട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഈ ഒരു അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് ചോക്കുന്നവരൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ അണ്ടിപ്പരിപ്പ് ഇവിടെ നന്നായി വന്നിട്ടുണ്ട്. അതൊന്ന് മാറ്റുക. അതിന് ശേഷം ഈ നെയ്യിലോട്ട് നമുക്ക് പഴം അരച്ചത് ചേർത്ത് കൊടുക്കുക. ഈ പഴം നന്നായിട്ടൊന്ന് ഈ നെയ്യായിട്ട് നല്ലവണ്ണം ഒന്ന് യോജിക്കുന്നവരെ നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഈ നെയ്യായിട്ട് പഴം എല്ലായിടത്തുമായിട്ട് നന്നായിട്ട് തന്നെ യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു കട്ട പോലെ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 പഴത്തിന് 4 അച്ച് ശർക്കരയാണ് എടുത്തത്. അപ്പോൾ ഇതൊരു കുറച്ചധികം മധുരമായിരുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 2 ശർക്കര എടുത്ത് വെച്ചാൽ മതി. ഞാൻ ഓൾറെഡി 4 അച്ച് ശർക്കര മുന്നേ ഉരുക്കാൻ വെച്ചാണ്, അതിന് ശേഷമാണ് പഴം എടുത്തത്. അപ്പം പഴം സ്റ്റോക്ക് 2 ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ മുഴുവനായിട്ട് എടുത്തു എന്ന് മാത്രം. അപ്പോൾ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ പഴത്തിന് ഓരോ ശർക്കര വെച്ചിട്ട് എടുക്കുക, ഓരോ അച്ച്. അപ്പോൾ കറക്റ്റ് മധുരമായിരിക്കും. അപ്പോൾ 2 പഴത്തിന് 2 അച്ച് ശർക്കര മതിയാവും. അപ്പോൾ ഇത് കുറച്ചധികം മധുരം കൂടുതലായിരുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ മിക്സ് ആവും. ഇനി ഇതിലൊക്കെ നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നെയ്യ് കൂടുതൽ ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് കളയാം. പക്ഷേ അലുവക്ക് നമുക്ക് എപ്പോഴും നെയ്യ് നല്ലോണം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും 1 ടീസ്പൂണും കൂടി നെയ്യ് ഒഴിച്ചത്. അപ്പോൾ മൊത്തം 4 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ട് ഇങ്ങനെ അടിഭാഗം ഇങ്ങനെ പതഞ്ഞ് വരുന്ന ആ സമയമാകുമ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ അതിലോട്ട് ഏലക്കായ് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് ഇതും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പും ഏലക്കായ് പൊടിയും ഈ പഴത്തിൻ്റെ കൂട്ടിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പഴം നന്നായിട്ട് തന്നെ ഇങ്ങനെ വരട്ടിയെടുക്കണം. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ കുറച്ചും കൂടെ കട്ടിക്കെടുക്കുക. അതേപോലെ നിങ്ങൾക്ക് ഈ ഹലുവ വായിലിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഹലുവ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അരിപ്പൊടി 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി കുറച്ച് പാലിലൊഴിച്ചിട്ട് നമ്മൾ ആ ശർക്കര ഉരുക്കി ഒഴിച്ച ആ ഒരു ടൈമിന് തന്നെ അതും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടെ നല്ലൊരു കട്ടിക്ക് കിട്ടും നമ്മൾ ഈ ഹൽവ. പക്ഷെ ഞാനിവിടെ അരിപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടും ടേസ്റ്റിനൊട്ടും കുറവില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ ഞാൻ ഇതിലോട്ടൊന്ന് മാറ്റുന്നുണ്ട്. ഇങ്ങനെ അടിഭാഗമൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരുന്ന ഒരു പരുവത്തിൽ. അപ്പോൾ ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ഇത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ സ്റ്റീലിൻ്റെ പാത്രമോ അല്ലെങ്കിൽ ഇതേപോലെ ടിന്നോ ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു പാത്രമാണോ അതിലോട്ട് ഇതൊന്ന് ഒഴിച്ച് കൊടുത്ത് നമുക്ക് ചെറിയ രീതിയിൽ ഇങ്ങനെ സ്പൂൺ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തണുക്കാൻ വെക്കാം. അപ്പോൾ നല്ലോണം തണുത്തതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് ഇതൊന്ന് മാറ്റാം. അപ്പോൾ ഇതാ ഞാൻ വലിയൊരു പാത്രത്തിലായതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിൽ കിട്ടിയത്. അപ്പോൾ നമ്മൾ കുറച്ച് കട്ടിക്കൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ലൊരു ഷേപ്പിൽ തന്നെ കിട്ടും. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തിട്ടൊന്ന് നോക്കാം. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള എളുപ്പത്തിലുള്ള റെസിപ്പീസായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു.